ഭവാനി അഷ്ടകം നമ്മൾ 3 ശ്ലോകങ്ങൾ വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞു. അപ്പൊ ഇനി എന്താണ് 4ാമത്തെ ശ്ലോകമാണ് ഇനിയിപ്പോ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ 4ാമത്തെ ശ്ലോകം നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് അതിന്റെ അർത്ഥം പറയാം. ന ജാനാമി പുണ്യം ന ജാനാമി തീർത്ഥം ന ജാനാമി മുക്തിം ലയം വാ കദാചിത് ന ജാനാമി ഭക്തിം വ്രതം വാപി മാതഃ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അപ്പൊ ഈ വരികള് അത് ഒരു അമ്മയോടുള്ള അതീവ വാത്സല്യം തുളുമ്പി നിൽക്കുന്ന വരികളാണിത്, അല്ലേ? അപ്പോ അമ്മ, ഞാൻ എന്താണ് പുണ്യം? എല്ലാവരും പറയണു തീർത്ഥയാത്രകൾ കൊണ്ട് ധാരാളം പുണ്യം ലഭിക്കുമെന്ന്. എനിക്ക് തീർത്ഥങ്ങൾ അറിയില്ല, എവിടെ പോകേണ്ടതെന്നും അറിയില്ല. എന്താണ് മുക്തി? അതും എനിക്കറിയില്ല. അപ്പൊ മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ലിബറേഷൻ അല്ലെ, അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ, അതെനിക്കറിയില്ല. ലയം എന്താണ്? അതും എനിക്കറിയില്ല. മനസ്സ് മൂലപ്രകൃതിയിൽ ലയമാകുന്നു എന്നൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അത് എങ്ങനെയാണത് ചെയ്യേണ്ടത്, ആ അനുഭവം എനിക്ക് എങ്ങനെ ഉണ്ടാകും, അതും എനിക്കറിയില്ല. ഭക്തി, വ്രതം ഒന്നും അറിയില്ല എനിക്ക്. അപ്പൊ എനിക്ക് അമ്മയെ മാത്രമേ അറിയൂ. അപ്പൊ എനിക്ക് അമ്മയെ മാത്രം മതി. അപ്പൊ വ്രതം വാപി എന്ന് പറഞ്ഞാല് വ്രതം തുടങ്ങിയ യാതൊന്നും എനിക്കറിയില്ല. അമ്മ, ഞാൻ അവിടത്തെ ഭക്തൻ മാത്രമാണ്. അപ്പോ തീർത്ഥയാത്ര ചെയ്ത് ഭക്തി വ്രതങ്ങൾ കൊണ്ട് പുണ്യം നേടിയെടുക്കാൻ ഒന്നും ഞാൻ പ്രാപ്തനല്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ എന്തിനാ ചെയ്യുന്നത്? തീർത്ഥയാത്ര, ഭക്തി വ്രതങ്ങളെല്ലാം നമുക്ക് ലയം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, യോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? പക്ഷെ എനിക്കാണെങ്കിലോ അതൊന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല അമ്മ, എനിക്കൊന്നും അറിയാം. ഞാൻ അമ്മയുടെ അടുത്തെത്തുവാൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി. അപ്പോ ഇത് എന്താ പറയാ, നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങള്, പുണ്യം, തീർത്ഥം, മുക്തി എന്നൊക്കെ ഉള്ള ചില വാക്കുകൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആചാര്യ ഭഗവത് പാദർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. കാരണം ഇത് നമ്മൾ അറിയണം, എന്നാൽ മാത്രമേ അമ്മയിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അപ്പൊ അമ്മയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നാ ഈ പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല, അതുകൊണ്ടാണ് എത്തിച്ചേരാത്തത് നമ്മൾ, അല്ലെ? അപ്പൊ അത് എന്തൊക്കെയാണ്, അതിന്റെ ഒരു കറക്റ്റ് സെൻസിൽ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്ത് അവിടെ എത്താൻ പറ്റൂ. അപ്പൊ പുണ്യം ന ജാനാമി, തീർത്ഥം ന ജാനാമി, മുക്തിം ന ജാനാമി, ലയം വാ ന ജാനാമി കദാചിത്. ഹേ ഭവാനി ത്വം ഏകാ മമ ഗതിഹി. ഇതൊന്നും എനിക്കറിയില്ല അമ്മേ, പക്ഷെ ഒരെണ്ണം എനിക്കറിയാം അമ്മ, ത്വം ഏക, നീ മാത്രമാണ് എന്റെ ഗതിഹി. അപ്പൊ എനിക്ക് വേറൊന്നും അറിയില്ല. അപ്പം ആ അമ്മയെ മാത്രമേ അറിയാം. അമ്മ അറിയുന്നത് എന്താ? അമ്മയെ മാത്രമാണ്, അമ്മ മാത്രമാണ് ആശ്രയം എന്നുള്ളത് അറിയാം, അല്ലെ? അപ്പൊ അതറിഞ്ഞ് ഇതാ ഞാൻ അമ്മയെ ശരണാഗതി ചെയ്യുന്നു, ആശ്രയിക്കുന്നു. ഈ ബാക്കിയുള്ളതൊക്കെ അമ്മയിലേക്കുള്ള വഴികളാണ്. എന്തൊക്കെയാണ്? പുണ്യവും ഭക്തിയും തീർത്ഥവും മുക്തിയും ലയവും എല്ലാം അമ്മയിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ്. പക്ഷെ എനിക്ക് വഴിയറിയില്ല. ഞാനിതാ ഇവിടെ നിന്ന് കരഞ്ഞ് അമ്മയെ വിളിക്കുകയാണ്. അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോണം. എങ്ങനെയാണോ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോ തന്നെ കുഞ്ഞുങ്ങള് അതിന്റെ ആ ഒരു പ്രസവിച്ച സ്ഥലത്ത് കിടന്നിട്ട് അമ്മയെ കാണാതാവുമ്പോ വിശക്കുമ്പോ മ്യാവൂന്ന് കരയും, ഇല്ലേ? അപ്പൊ അത് അമ്മ എവിടെ നിന്നെങ്കിലും ഓടി വരും, വന്ന് എടുത്തു കൊണ്ടുപോയി സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ എന്തെങ്കിലും വെളിയിൽ നിന്നുള്ള ആപത്തോ എന്തെങ്കിലും മണത്തറിഞ്ഞാൽ മതി, അമ്മ ഓടിയെത്തും. കുഞ്ഞുങ്ങൾ വെറുതെ ഒരിടത്തിരുന്ന് കരഞ്ഞാൽ മതി, അതിന്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും അതിനെടുക്കണ്ട. എന്താ? വെറുതെ ഇരുന്ന് കരയുക, അമ്മ ഓടി വരിക. അതാണ് അമ്മയുടെ സ്നേഹം. ഇതിനെ നമ്മള് ശാസ്ത്രത്തില് നമ്മള് മാർജാര ന്യായം എന്നാ പറയുന്നത്. മാർജാരൻ, പൂച്ചയെ പോലെ നമ്മള് എപ്പോഴും കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. മർക്കടജ്ഞായമുണ്ട്. കുരങ്ങൻ എന്താ ചെയ്യുക? അത് വളരെ ഉയർന്ന കൊമ്പുകളിൽ നിന്ന് വേറെ കൊമ്പുകളിൽ ചാടി പോകും. കുഞ്ഞ് പിടിച്ചിരുന്നോളണം, ഇല്ലെങ്കിൽ താഴെ വീണ് തല പൊട്ടും. അത് കുഞ്ഞിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അമ്മ അതിനെ ശ്രദ്ധിക്കില്ല. അപ്പൊ ഈ ഉയർന്ന തലത്തിലേക്ക് പോയി കഴിഞ്ഞാല് അമ്മ ശ്രദ്ധിക്കാറില്ല, നമ്മുടെ സെൽഫ് എഫേർട്ട് കൊണ്ടുപോകണം. പക്ഷെ കുഞ്ഞായിരിക്കുമ്പോ
വേറെ ഒരു ആശ്രയം ഇല്ലാതിരുന്ന് കരയുമ്പോ, ആപത്തുകൾ വരുമ്പോ സുരക്ഷിതമായിരിക്കുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുപോകേണ്ടത് അമ്മയുടെ ജോലിയാണോ എന്ന് പറയാണ് ഇവിടെ. അമ്മയോട് പറയാണ്, ഒരു പൂച്ചയെ പോലെ, ഒരു പൂച്ച എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ എന്നെ നോക്കണേ അമ്മ. അതുപോലെ ഞാനും എൻ്റെ അമ്മയെ വിളിച്ച് അമ്മയുടെ അടുത്തേക്ക് എത്താനുള്ള വഴി അറിയാതെ ഇവിടെ ഇരുന്ന് കരയുകയാണ്. ന ജാനാമി ന ജാനാമി, അമ്മ എവിടെയാണ് ഇരിക്കുന്നതെന്നോ എങ്ങനെ വന്നാൽ അമ്മയെ പ്രാപിക്കാമെന്നോ ഒന്നും എനിക്കറിയില്ല. എല്ലാം അറിയില്ല അറിയില്ല എന്നാണ് ഇതിനകത്ത് എടുത്തെടുത്ത് പറയുന്നത്. നമ്മളും ഇങ്ങനെയാണല്ലേ. നമ്മൾ പറയും, എന്തുകൊണ്ടാ ചെയ്യാത്തത്? നിങ്ങൾ ഈശ്വര ഭജനം ചെയ്യൂ, ഉപാസന ചെയ്യൂ, കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യൂ. അപ്പൊ പറയും, എനിക്കതൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു തരണമെങ്കിൽ എന്ത് വേണം? നമ്മളെ ശാസ്ത്രങ്ങൾ പഠിക്കണം, ഗുരുവിനെ ആശ്രയിക്കണം. അറിയില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. പ്രകൃതി ഒന്നും പ്രത്യേകിച്ച് വന്ന് നമ്മളോട് പറയില്ല. ഒരു മനുഷ്യജന്മം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയും. അപ്പൊ നമ്മൾ അത് അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിനുള്ള സെൽഫ് എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാല് ഒരു ആക്ഷേപ രീതിയിലാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. എല്ലാം അറിയുന്ന ഒരാള് ഇത് നമുക്ക് വേണ്ടി പറയണം. എന്തുകൊണ്ട് മനുഷ്യൻ ഇതൊന്നും ചെയ്യുന്നില്ല? വ്രതം, പൂജ, പ്രായശ്ചിത്ത കർമ്മങ്ങള്, ഭക്തി ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് വെറുതെ ഈ സുഖഭോഗങ്ങളിൽ മുഴുകി കഴിയണു. വിഷമങ്ങൾ വരുമ്പോ, ദുഃഖങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ മാത്രം പറയുന്നു, എനിക്ക് എന്തുകൊണ്ട് ഭക്തി ചെയ്യുന്നില്ല, എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. അതൊരു എക്സ്ക്യൂസ് അല്ല, നമ്മൾ അറിയണം. പക്ഷെ അമ്മയിലാണ് എൻ്റെ സുരക്ഷിതത്വം എന്ന് എനിക്കറിയാം. അപ്പോഴെന്താ വേണ്ടത്? നമ്മൾ അമ്മയിലേക്ക് എത്താനുള്ള വഴികൾ കണ്ടുപിടിക്കണം. അത് പ്രാപിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമല്ല. അമ്മയാണ് അഭയം. അപ്പൊ ആദ്യം നമ്മൾ ലക്ഷ്യത്തെ നിശ്ചയിച്ചു അല്ലെ. അമ്മയാണ് എൻ്റെ ആശ്രയം. ഇനി എല്ലാം അമ്മ മാത്രമേ ഉള്ളൂ. നിഷ്കാമത്തോടെ എൻ്റെ കരച്ചിൽ കേട്ട് ഓടി വരണം ആ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അപ്പൊ ഇതൊക്കെ അറിയാമെങ്കിൽ എന്താ ചെയ്യണ്ടേ? നമ്മൾ അമ്മയിലേക്ക് എത്തണം. നമ്മൾ അന്യദേവതാ ഭജനത്തിലൂടെ കുറെ സമയം കളയുന്നുണ്ട്. അന്യ ദേവതകളെ ഉപാസിച്ചുകൊണ്ട് കളയുന്നുണ്ട്. ഒരു എന്താ പറയാ, നമ്മളെ ചതുഷ്ഷഷ്ടി ഉപചാരത്തിൽ പറയുന്നുണ്ട്, ആദ്യം നമ്മുടെ ഗതി നിശ്ചയിക്കണം. ഒരാളെ തിരഞ്ഞെടുക്കണം. 33 ദേവകൾ ഉണ്ടാവാം, പല പല ദേവതാ സ്ഥാനങ്ങൾ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ആരെയാണോ നമ്മുടെ ഇഷ്ടദേവതയായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ആ ദേവതയെ തന്നെ നമ്മുടെ മനസ്സുറപ്പിച്ച് എല്ലാ പൂജകളും വഴിപാടുകളും ചെയ്യേണ്ട കർമ്മങ്ങളും എല്ലാം ആ അമ്മയെ ലക്ഷ്യമാക്കി. അമ്മ എന്ന് പറയുന്നത് ശാക്തേയത്തിലാണ്. ഏതാണോ ഇഷ്ടദേവത, ഇപ്പൊ ഇവിടെ എല്ലാവരും ദേവി ഉപാസകരായതുകൊണ്ട് ഞാൻ പറയുന്നു, ദേവി അമ്മയിലേക്ക് തന്നെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. അവിടെ കൃഷ്ണനെ ഉപാസിക്കണം, കൃഷ്ണനെ കുറിച്ച് സന്തോഷപ്പെടുത്താം അല്ലെ, ഗണപതിയെ കുറിച്ച്, അതിലൊന്നും അർത്ഥമില്ല. കാരണം ഈ അമ്മയിൽ നിന്ന് വന്നതാണ് അതെല്ലാം. അപ്പൊ അത് നമ്മുടെ ഉപാസനയിൽ നമ്മൾ ചെയ്യുന്ന കൃത്യ വിലോപമാണ്. നമ്മുടെ പരമ്പര നിർദ്ദേശിച്ചിരിക്കുന്ന പുരസ്ചരണങ്ങളും പൂജകളും എല്ലാം നന്നായിട്ട് ചെയ്യാതെ അമ്മയെ കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അമ്മയിൽ മാത്രം ശ്രദ്ധിച്ച് ഗതിസ്ത്വം, ഈ വഴി അമ്മയിലേക്ക് മാത്രമാണ്, എൻ്റെ ആശ്രയം അമ്മ മാത്രമാണ് എന്ന് നമ്മള് പറഞ്ഞ് വിശ്വസിച്ച് ആ കർമ്മങ്ങൾ അതുപോലെ ചെയ്തെങ്കിൽ മാത്രമേ നിഷ്കാമത്തോടെ, നമ്മൾ ആഗ്രഹത്തോടു കൂടിയാണ് അമ്മയെ ഉപാസിക്കുന്നത് അല്ലെ. നമുക്കത് വേണം ഇത് വേണം, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, ആ ഒരു മണിദ്വീപ പ്രാപ്തി വേണമെന്ന് വരെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അമ്മയോ ഒരു ആഗ്രഹവും ഇല്ലാതെ നിഷ്കാമത്തോടെ ആ കരച്ചിൽ കേട്ട് ഓടി വരും. അതെനിക്കറിയാം. അപ്പൊ എന്തോ സുഹൃതം കൊണ്ട് അത് മാത്രം എനിക്ക് മനസ്സിലായി ഇല്ലേ. പിന്നെ എന്തിനാണ് ഇനി വേറെ ഈശ്വരന്മാരുടെ പുറകെ പോകുന്നത്? ആ അമ്മയെ നമുക്ക് എന്തൊക്കെ വഴിയിലൂടെ ഈ കിട്ടിയ മനുഷ്യജന്മം എങ്ങനെ നമുക്ക് സാർത്ഥകമായിട്ട് ഉപയോഗിക്കാം, അത് നന്നായിട്ട് ചെയ്യുക. ഓരോ എത്ര ജന്മാന്തര പുണ്യം കൊണ്ടാണ് അത് അറിയാൻ കഴിഞ്ഞത്. അമ്മ മാത്രമാണ് ആശ്രയം, അമ്മ മാത്രമാണ് അത്, അമ്മ മാത്രമേ ഉള്ളൂ ഗതി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റി. അതാണ് സത്യവും. ശിവശക്തികൾ മാത്രമാണ് ഈ പ്രപഞ്ചത്തില് ഉള്ളത്, അത് നമ്മൾ അറിഞ്ഞോളണം. അനേക ദേവനാമരൂപങ്ങളെല്ലാം തന്നെ ഓരോ വഴികൾ മാത്രമാണ് എത്തിച്ചേരുന്നത് അമ്മയിലാണ്. അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ ഗതി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അമ്മ 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 എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. അമ്മ എന്നുള്ള വാക്ക് ശ്രീ മാത്രേ നമഃ, ആ അമ്മ എന്നുള്ള വാക്കിന് ഒരുപാട് ഡെപ്ത് ഉണ്ട്. അപ്പോ എന്ന് വിളിച്ച് ഞാനിതാ കരയണു, വഴി അറിയില്ല. അമ്മയിലേക്കുള്ള വഴികളാണ് പുണ്യം. ആ പുണ്യം ആ പുണ്യം എന്താണ് ഈ പുണ്യം എന്ന് പറഞ്ഞാല്? നമ്മളെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കാൻ അല്ലെ, അതൊക്കെയാണ് നമ്മുടെ പുണ്യം എന്ന് പറയുന്നത്. അതിനെ പുണ്യം എന്ന് നമുക്ക് വിളിക്കാം. കുറെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, പുണ്യം ലഭിക്കും. ഇത് പുണ്യ കർമ്മങ്ങൾ എന്ന് പറയാറുണ്ട്. വേദങ്ങളിലും ഉപനിഷത്തുകളിലും എല്ലാം പറയുന്നുണ്ട്. അപ്പോ ലോകത്തിന് ഉപകാരപ്രദവും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള, ഇപ്പൊ നമ്മള് ആത്മനോ മോക്ഷായ ജഗത് ഹിതായ, രാമകൃഷ്ണ മിഷന്റെ മോട്ടോ നമ്മൾ കണ്ടു അല്ലെ. വിവേകാനന്ദ സ്വാമി അതാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആത്മനോ
മോക്ഷായ. ആത്മാവിന് മോക്ഷവും കിട്ടണം, ജഗത്തിന് നല്ലതും ചെയ്യണം. അപ്പോ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വന്നിടേണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാൻ പാടില്ല. സത്കർമ്മങ്ങളെല്ലാം പുണ്യം അവ നമ്മുടെ അടുത്ത് വരും. അത് അടുത്തെത്താൻ നമ്മളെ പര്യാപ്തരാക്കും. ഈ അമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ എന്ത് വേണം? അകൃത പുണ്യ പ്രഭവതി. സൗന്ദര്യലഹരിയിൽ എന്താ പറയുന്നത്? അകൃതങ്ങള് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാതെ ഈ അമ്മയുടെ അടുത്ത് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പൊ അനേക പുണ്യങ്ങൾ ചെയ്ത് ആ പുണ്യകർമ്മത്തിന്റെ ഫലം ഈ അമ്മയുടെ അടുത്ത് എത്താൻ നമ്മളെ പര്യാപ്തരാക്കുന്നു, നമ്മളെ ഉയർത്തുന്നു. അപ്പൊ ആന്തരിക ശുദ്ധിയും വികാസവും ബുദ്ധിക്ക് സൂക്ഷ്മതയും വിനയവും വർദ്ധിക്കുന്നു. അപ്പൊ വിനയം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാകില്ല. എല്ലാവർക്കും നമ്മളിപ്പോ ഒരു വലിയ ഹോസ്പിറ്റലിന്റെ MDയും അവിടെ ഗേറ്റിൽ നിൽക്കുന്ന പ്യൂണും രണ്ടുപേർക്കും രണ്ട് തരത്തിലായിരിക്കും ആ അഹങ്കാരം, അല്ലെ? അവൻ ആ ഒരു പ്യൂൺ വരുന്നവരോട് വളരെ ഹാർഷായിട്ട് സംസാരിക്കും. എന്തോ ഒരു ഉള്ളിലുള്ള ഒരു പ്രത്യേകം ഞാൻ എന്നുള്ള ഒരു ഭാവം, അല്ലെ? അപ്പൊ പെട്ടെന്ന് എന്താ പറയാ ഉണ്ടാകുന്നത് ഒന്നല്ല ഈ അഹങ്കാരം. അതിങ്ങനെ എന്താ പറയാ കാലക്രമേണ നമ്മൾ എത്രത്തോളം വിനയം ശീലിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഈ അഹങ്കാരം പൊങ്ങി പൊങ്ങി വരും. ഞാൻ എന്തൊക്കെയോ ഒരു മഹാസംഭവമാണ്, എന്റെ ബന്ധുക്കളുണ്ട് എനിക്ക്, അല്ലെ? ഹൈ കണക്ഷൻസ് ഉണ്ട്, ധനമുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം തന്നെ ഒരു ശരീരാഭിമാനം എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കും. അപ്പൊ ആരുടെ മുന്നിലും വണങ്ങാൻ നമുക്കൊരു മനസ്സുണ്ടാവില്ല. ഓ, ഞാൻ അയാളെ അത്ര എന്നെക്കാളും മോശമാണ്, എനിക്ക് അയാളെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല, അയാളുടെ അടുത്ത് മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് തോന്നും, ഇല്ലേ? എനിക്ക് പ്രയോജനമുള്ളവരുടെ മുമ്പിൽ മാത്രം നല്ലൊരു മുഖം മൂടിയിട്ട് വിനയം അഭിനയിക്കും. ഇങ്ങനെയല്ല, നമ്മൾ ആരെയും അതിനകത്ത് പ്രത്യേകിച്ച് നിന്ദിക്കേണ്ട ആവശ്യമില്ല. ആരുടെ മുന്നിലും എന്താ പറയാ വണങ്ങാൻ ഒരു മനസ്സ് വരുന്നില്ലെങ്കിൽ അത് ദേവിയിലേക്ക് അടുക്കാനുള്ള ഒരു വലിയ മുഖ്യ തടസ്സമാണ്. വിനയമാണ് മുഖ്യം എന്ന് പറയുകയാണ്. താഴ്ന്ന നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യൂ, അല്ലെ? നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചെറിയ പ്രോവർബാണിത്. ഹൃദയശുദ്ധി, നിഷ്കളങ്കത, ആരെയും വഞ്ചിക്കാതിരിക്കുക, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും സഹായിക്കാനും എല്ലാവരിലും നന്മകൾ കണ്ടെത്താനും നമുക്ക് സാധിക്കണം. ഇതുകൊണ്ട് നമുക്ക് എന്താ ഉണ്ടാവുക? ബുദ്ധിക്ക് വികാസം ഉണ്ടാകും, സൂക്ഷ്മത ഉണ്ടാകും. ആ സൂക്ഷ്മത വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ മഹത്തത്വത്തെ അറിയാൻ പറ്റുള്ളൂ. അമ്മയുടെ അറിവെന്ന് പറയുന്നത് ശുദ്ധമാണ്. കാരണം അത് നമ്മുടെ ഈ ഒരു ഹൃദയത്തിലും ബുദ്ധിയിലും ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? ആ ശുദ്ധമായ അറിവ് നമ്മുടെ അന്ധകരണ ശുദ്ധിയും ബുദ്ധിക്ക് കൂർമ്മതയും ഉണ്ടാകണം. അതിനെന്ത് വേണം? തെളിഞ്ഞ ബുദ്ധി വേണം. അത് സാധിക്കുന്നത് ഈ പുണ്യകർമ്മങ്ങളിലൂടെയാണ്. ഈ പുണ്യകർമ്മങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന ഫലം എന്താണ്? ചിത്തശുദ്ധി, അന്ധകരണ വികാസം, ചിത്തശാന്തി, ശാന്തി എല്ലാം തന്നെ അമ്മയുടെ ഈ തത്വങ്ങൾ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കും, അനുഭവം ഉണ്ടാക്കാനും സാധിക്കും. ഇപ്പൊ നിസാര കാര്യമല്ലത്. അപ്പോ പാപകർമ്മങ്ങള് ചെയ്തിട്ട് അമ്മയെ അറിയണമെന്ന് കരുതിയാല് അത് നമുക്ക് ഈ ജന്മത്തിൽ നടക്കില്ല. പുണ്യവും പാപവും നമുക്ക് രണ്ടായിട്ട് തന്നെ വിഭജിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലം മുതൽ വേദകാലം മുതൽ സനാതന ധർമ്മത്തില് പുണ്യവും പാപവും ഉണ്ടല്ലേ? അപ്പോ പാപങ്ങൾ ചെയ്തിട്ട് അമ്മയുടെ അനുഗ്രഹം വേണം, അമ്മയ്ക്ക് ബാഹ്യമായിട്ട് ക്ഷേത്രത്തിൽ കുറച്ച് വഴിപാടുകൾ ചെയ്താൽ കിട്ടും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇപ്പൊ കിഴക്കെത്താൻ പടിഞ്ഞാറ് ഗതി നോക്കി നടത്തിയാൽ നമ്മൾ എത്തില്ല, അല്ലെ? അപ്പൊ പാപകർമ്മങ്ങൾ ചെയ്യുകയും പുണ്യത്തിന്റെ ഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യന്റെ സ്വഭാവം. അപ്പൊ പുണ്യത്തിന്റെ ഫലം എന്താ നമുക്ക് കിട്ടുന്നത്? സുഖമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അല്ലെ? അതിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തേ മതിയാവൂന്ന് ഇവിടെ പറയുകയാണ്. കാരണം എന്താ? വിതച്ചതേ കൊയ്യൂ, ആസ് യു സോ യു റീപ്പ്. ഇത് ഉള്ളിൽ നമ്മൾ ഉറപ്പിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വേറൊരാളുടെ കർമ്മം നമ്മളെ ബാധിക്കില്ല. നമ്മൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ, രാമായണത്തിൽ തന്നെ ഇത് പറഞ്ഞു ഉറപ്പിച്ചിരിക്കുകയാണ്, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോ നമ്മൾ എന്ത് വിതയ്ക്കുന്നോ നമുക്ക് അതേ കൊയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പാപഫലമാണ് നമ്മുടെ ദുഃഖം. നമുക്ക് ദുഃഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചോളണം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, എനിക്ക് ഇത്രയും ദുഃഖം എന്തിനാ ഈശ്വരൻ തന്നത്? എനിക്ക് ദുരിതങ്ങളാണ് എപ്പോഴും. ദുരിതം, ദുഃഖം, മനഃശാന്തി, ആ ഒരു എന്താ പറയാ മനസ്സുഖമില്ലായ്മ, അശാന്തി, ഇതെല്ലാം തന്നെ പാപകർമ്മങ്ങളുടെ ഫലമാണ്. അപ്പൊ നമ്മള് പാപങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ മറ്റുള്ളവരെ വേദനിപ്പിക്കുക നമ്മളെ നാശത്തിലേക്ക് നയിക്കും.
കാരണം എന്ത് പ്രവൃത്തികളാണ് നാശത്തിലേക്ക് നയിക്കുന്നത് വളരെ വ്യക്തമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറയണു. മറ്റുള്ളവരെ വേദനിപ്പിക്കുക, അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളെല്ലാം തന്നെ പാപങ്ങളാണ് എന്ന്. പുണ്യഫലം നമുക്ക് വെറുതെ കിട്ടില്ല. നമുക്ക് ചുമ്മാ ഇരുന്നുകൊണ്ട് കുറച്ച് മന്ത്രം ജപിച്ചാൽ നമുക്ക് പുണ്യഫലം കിട്ടില്ല. മന്ത്രം ഓക്കെ ജപിക്കുന്നുണ്ട്, അത് എങ്ങനെ ജപിക്കുന്നു? നമ്മൾ തീർച്ച ഈ പറയുന്നതെല്ലാം എന്തിനാ? സാധാരണ ഇപ്പൊ ഒരു ബാഹ്യമായിട്ട് നിന്ന് നോക്കിയാൽ പാപം പുണ്യം തീർത്ഥയാത്ര ഭക്തിക്കൊക്കെ നമ്മുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതല്ല ശങ്കരാചാര്യ സ്വാമികൾ ഒരു ഉപാസകനെ സംബന്ധിച്ച് അതല്ല. കുറച്ചുകൂടെ നമ്മൾ ഡെപ്തിൽ പോയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സാധനയിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ പുണ്യഫലം നമുക്ക് വെറുതെ കിട്ടില്ല. അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ നമ്മൾ എന്തിനാ നമുക്ക് പറഞ്ഞു വച്ചിരിക്കുന്നത് നമ്മുടെ ആചാര്യന്മാര്. അപ്പോ നമുക്ക് നല്ല കർമ്മങ്ങൾ ചെയ്താൽ യു വിൽ ഗെറ്റ് വാട്ട് യു ഡിസേർവ്, നോട്ട് വാട്ട് യു ഡിസയർ. ഡിസേർവും ഡിസയറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഡിസേർവ് എന്ന് പറഞ്ഞാൽ നിനക്ക് വിധിച്ചിട്ടുള്ളതേ നിനക്ക് കിട്ടുള്ളൂ, അല്ലാതെ നീ ആഗ്രഹിക്കുന്നത് കിട്ടില്ല. അപ്പൊ നമ്മളെല്ലാവരും ആഗ്രഹങ്ങളുടെ പുറകിലാണ് അല്ലെ. അമ്മയോട് 108 ദിവസം ഞാൻ ഇന്നത് ജപിക്കാം അമ്മ, എനിക്കിത് വേണം. നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഒരു പടി കുറഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ആഗ്രഹങ്ങളാണ് നമ്മള്, കാമങ്ങളാണ് നമ്മള്. അപ്പൊ നമുക്ക് ഡിസേർവ് അതിനെ തക്കം നമുക്ക് പുണ്യമുണ്ടോ? തീർച്ചയായിട്ടും നമുക്കത് നടന്നിരിക്കും. പുണ്യമില്ലെങ്കിൽ എങ്ങനെ കിട്ടും? നമ്മൾ പറയില്ലേ, ചിലര് ജനിക്കുമ്പോ മുതൽ ദുരിതമായിരുന്നു, കഷ്ടതയായിരുന്നു, അച്ഛനമ്മ നഷ്ടപ്പെട്ടു, ധനം നഷ്ടപ്പെട്ടു, വളരെ ബുദ്ധിമുട്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്, എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എന്ത് പാപം ചെയ്തു എന്ന് ചോദിക്കും. അപ്പൊ ആ ചോദിച്ചതിന്റെ ഉത്തരം ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ചെയ്ത പാപ കർമ്മങ്ങളുടെ ഫലമാണ് ജനിക്കുമ്പോ മുതലുള്ള ദുരിതങ്ങള്. അത് ശരീര ക്ലേശമായിട്ട്, അശാന്തിയായിട്ട്, ഇഷ്ടജന വിയോഗമായിട്ട്, സമ്പത്തിന്റെ നാശമായിട്ട്, ഐശ്വര്യ ഇല്ലായ്മയായിട്ട് എല്ലാം നമ്മളെ ഇങ്ങനെ പിന്തുടരും. അതേസമയം പുണ്യം ചെയ്തെങ്കിലോ നല്ല കുടുംബത്തില് ഐശ്വര്യമായിട്ട് ജനിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമായി ഈശ്വരോന്മുഖമായിട്ടൊരു യാത്ര തുടങ്ങാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. ഇതൊന്നും വെറുതെ കിട്ടില്ല. അപ്പൊ അതാ ഞാൻ പറയുന്നത്, പുണ്യഫലം വെറുതെ കിട്ടില്ല, അത് ചെയ്യണം. ചെയ്താലോ യു വിൽ ഗെറ്റ് വാട്ട് യു ഡിസേർവ്. നിനക്ക് എന്താണോ അർഹതപ്പെട്ടത് അവിടെ കുറച്ചൊന്നും ആരും വെക്കില്ല, പൂർണ്ണമായിട്ട് നിനക്കത് കിട്ടും. പക്ഷെ നീ ആഗ്രഹിക്കരുത്, ആഗ്രഹം അനുസരിച്ച് കിട്ടില്ല. കാരണം എന്താ? ഇതിനകത്ത് ഒരു നിയാമക ശക്തി ഉണ്ടല്ലേ. ഷീ നോസ് വാട്ട് യു ഡിസേർവ്. നിനക്ക് എന്താ വേണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം. അപ്പൊ നമ്മൾ എന്ത് വേണം? നമുക്ക് കിട്ടുന്നതിലെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഒരു ഈശ്വര ശക്തിയാ നമുക്ക് വേണ്ടത് തരുന്നത്. അപ്പൊ ഈ വേണ്ടാത്തതിനെ ആഗ്രഹിച്ച് എന്തിനാ വിഷമിക്കുന്നത്? കിട്ടിയതിന് സന്തോഷം, അതിനെ എങ്ങനെ ഉപകരിക്കുക? ഒരു മന്ത്ര ദീക്ഷ കിട്ടി, ആ മന്ത്രദീക്ഷ കിട്ടിയ വ്യക്തി ആ മന്ത്രദീക്ഷയ്ക്ക് പരമ്പര പറഞ്ഞിട്ടുള്ള കുറെ കർമ്മങ്ങളുണ്ട്. നമ്മൾ ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ മനുഷ്യ ശരീരം ഇരിക്കുമ്പോ ഈ ജന്മത്തിൽ കിട്ടിയ പൂർണ്ണമായിട്ട് എനിക്ക് ആ കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ? പുരസ്ചരണം ചെയ്യുന്നുണ്ടോ? പൂജകൾ ചെയ്യുന്നുണ്ടോ? സത്സംഗങ്ങൾ ചെയ്യുന്നുണ്ടോ? അറിവ് ഉണ്ടാക്കുന്നുണ്ടോ? അല്ലെ? ഇതൊന്നും ചെയ്യാതെ രാമായണവും ഭാഗവതവും നാരായണീയവും പഠിച്ചുകൊണ്ടിരുന്നിട്ട് പുരസ്ചരണം പോലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ പരമ്പരയുടെ അനുഗ്രഹം എങ്ങനെ കിട്ടും? ഒരമ്മയെ ഉപാസനാമൂർത്തിയായിട്ട് എടുത്തിട്ട് ബാലാ പുരസ്ചരണം പോലും തീർത്തിട്ടില്ല, ഞാൻ നാരായണീയം പഠിക്കുന്നുണ്ട്, ഭാഗവതം പഠിക്കുന്നുണ്ട്, എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗുരുപരമ്പരയാണ് നമ്മളെ അനുഗ്രഹിക്കുക? എന്തിനാണ് പിന്നെ ദീക്ഷ എടുത്തത്? അപ്പൊ ദീക്ഷ എടുക്കുമ്പോ നമ്മളൊരു സ്കൂളിൽ ചേരുമ്പോ അവിടുത്തെ എല്ലാം ഒപ്പിട്ട് കൊടുക്കും, ഞാൻ ഇത് അനുസരിച്ചിട്ടാണ് ആ സ്കൂളിൽ ചേരാം. അല്ലാതെ നമുക്ക് നിയമങ്ങൾ അവിടെ കൊണ്ടുവരാൻ യാതൊരു അർഹതയില്ല. അല്ലെ? ആ സ്കൂളിലെ നിയമങ്ങൾ ഞാൻ പാലിക്കാം, എന്നാലേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടി നമുക്ക് ജയിക്കാൻ പറ്റൂ. അവിടെ ഒരു അധ്യാപകനുണ്ട്, നിയമങ്ങളുണ്ട്. അല്ല അതുപോലെ തന്നെയാണ് ഒരു മന്ത്രദീക്ഷ സ്വീകരിച്ച് സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരിയുടെ മഹാമന്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് നിസാരമായിട്ട് അതിനെ അവിടെ വെച്ചോണ്ട് അത് ജപിക്കുന്നുണ്ട് ഞാൻ. അത് ആരാ പറഞ്ഞ അത് ജപിക്കണം എന്ന്? അതിനെ വിടുക. കാരണം അതിലെത്തണമെങ്കിൽ ഈ ഗണപതി മുതലുള്ള പുരസ്ചരണം ചെയ്ത് അമ്മയുടെ അടുത്ത് എത്തണമെങ്കിൽ വളരെ കഠിനമാണ് വഴി, ഇല്ലേ? അപ്പൊ ഈ പാപം എന്ന് പറഞ്ഞ ഒരെണ്ണം സ്വീകരിച്ചിട്ട് അതിനെ നമ്മള് മൈൻഡ് ചെയ്യാതിരിക്കുക, അതിനൊരു വേണ്ടത്ര ഒരു എന്താ പറയാ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് വളരെ വളരെ പാപമാണ്. പ്രത്യേകിച്ച് ശ്രീവിദ്യ ഉപാസനയില്. ഞാൻ ഇന്ന് വരെ എന്റെ ശ്രീവിദ്യ ഉപാസനയില് ആ ഗുരുപരമ്പര പറഞ്ഞതല്ലാത്ത പഠിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല, അന്നും ഇന്നും. അമ്മയെ പിന്നെ പൂർണ്ണദീക്ഷയ്ക്ക് ശേഷം മാത്രമാണ് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, അതും അമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ പഠിച്ചിട്ടില്ല. എനിക്ക് നാരായണീയമോ ഭാഗവതമോ ഇല്ലെങ്കിൽ ശിവപുരാണോ ഒന്നും പഠിക്കാത്തത് ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല. കാരണം പൂർണ്ണയായിരിക്കണം അമ്മ എന്റെ കൂടെ ഉള്ളത്. ആ അമ്മ എനിക്ക് വേണ്ട അറിവുകൾ വേണ്ട സമയത്ത് കൊണ്ട് എത്തിച്ചു തരും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.
അപ്പൊ നമ്മുടെ എന്തുകൊണ്ട് നമുക്ക് ഫലം കിട്ടണില്ല, അനുഭവം കിട്ടണില്ല, ശ്രീവിദ്യ ഉപാസകയായിട്ട് എന്തുകൊണ്ട് പ്രകൃതി എനിക്ക് അനുകൂലമാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് ആ ഒരു എന്താ പറയാ പുണ്യത്തെ ഉണ്ടാക്കുന്നില്ല. അപ്പോ ആ ദേവിക്കറിയാം നമ്മൾ ചെയ്യുന്നതിന് എന്താണ് അല്ലെ, നമുക്ക് ഡിസേർവ് ചെയ്യുന്ന എന്താണ്. ഇപ്പൊ പുണ്യ പാപ ഫലങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താ പറയാ വളരെ നിഷ്പക്ഷമായിട്ട് ജഗദീശ്വരൻ അറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്ക് എന്ത് കൊടുക്കണം. ഭഗവാന്റെ ക്യാമറകൾ 13 പ്രപഞ്ചത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ കണ്ടു ഇല്ലേ. പ്രപഞ്ചം എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഈ പഞ്ചീകൃതമായിരിക്കുന്ന ഈ ജഗത്തില് 13 പ്രപഞ്ചത്തില് അമ്മ തന്നെ, ദേവി തന്നെ, ഈശ്വര ശക്തി തന്നെ ഘടിപ്പിച്ചിരിക്കുക. എന്തൊക്കെയത്? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, നക്ഷത്രങ്ങള് ഇല്ല, ഇതെല്ലാം തന്നെ ക്യാമറകളാണ്, സാക്ഷികളാണ് ഇവരെല്ലാം. ആകാശം, വായു, ദിക്കുകള്, അഗ്നി, ജലം, ഇങ്ങനെ പ്രകൃതി ശക്തികളെല്ലാം തന്നെ ജഗദീശ്വരൻ വച്ചിരിക്കുന്ന ക്യാമറകളാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാമറകളാണ് ഇവ. ഇവരെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു സൂക്ഷ്മ തലത്തിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ ഈ സൂപ്പർ ഇന്റലിജൻസ്, നമുക്ക് നമ്മുടെ ഇന്റലിജൻസ് ബാക്കിയുള്ളവരെ പറ്റിക്കാനും നമ്മളെ വലിയ ആളാണെന്ന് കാണിക്കാനും ഉള്ള കുറച്ച് ഇന്റലിജൻസ് മാത്രമേ നമുക്കുള്ളൂ. ഇതെല്ലാം സത്യത്തെ സത്യമായിട്ട് കാണുന്ന, നമ്മൾ എക്സ്റേ കണ്ണുകൾ പോലെ എല്ലാം പഠിക്കുന്ന ഒരു സൂപ്പർ ഇന്റലിജൻസ് ഇതിന്റെ എല്ലാം പുറകിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ശരീരമാകുന്ന ഉപാധിയെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് നമുക്ക് പോവേണ്ടത് അല്ലെ. അപ്പൊ അവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെച്ച് ആർക്കൊക്കെ എന്ത് അളവില് എപ്പോ കൊടുക്കണം എന്ന് ശരിയായിട്ട് അറിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അലംഘിതമായിട്ടുള്ള ഒരു ഈശ്വര നിയമം ഈ പ്രപഞ്ചത്തില് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പുണ്യ പാപ നിയമങ്ങളും അതിന്റെ ഫലവിതരണങ്ങളും മനുഷ്യനുണ്ടാക്കിയ ഈ കുത്തഴിഞ്ഞ സിസ്റ്റം പോലെ അല്ല. മനുഷ്യൻ ഉണ്ടാക്കിയതിലാണ് എല്ലാം കള്ളത്തരം ഇല്ലേ. നമുക്കറിയാം ഇന്ന് കോടതിയെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത് മനുഷ്യന്റെ. പക്ഷെ ഈശ്വരൻ്റെത് അങ്ങനെ അല്ല. വളരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ക്യാമറയിലൂടെ കണ്ട കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്ക് ഫലം ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് പുറമേ വലിയ ഭക്തനായിരിക്കാം, പുറമേ നമുക്ക് ഭക്തനാണെന്ന് തോന്നാം, നമുക്ക് ഒരാളെ പറ്റിയും 99% അറിയില്ല. ഭാര്യ, ഭർത്താവ്, മക്കള്, നമുക്ക് അറിയുന്ന എന്താ കുറച്ച് 1% നമുക്കറിയൂ. ബാക്കി മുഴുവനും ഈ അന്തരംഗത്തിലിരിക്കുന്ന അന്തർയാമിയായിട്ടിരിക്കുന്ന ആ ശക്തിക്കാണ് അറിയുക. നമ്മൾ വിചാരിക്കും നമുക്ക് ആ ആളെ ഞാൻ നന്നായിട്ട് അറിയാമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ കുഴിയിലാണ് നമ്മൾ ചാടുന്നത്. ഒരു മനുഷ്യരെയും നന്നായിട്ട് അറിയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇന്ന് ഉള്ളതല്ല നാളെ ഒരാളുടെ സ്വഭാവം. ഈ പറയുന്നവരൊക്കെ എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതും നമുക്കറിയില്ല. അപ്പൊ ഈ നമ്മള് മനുഷ്യരെ അല്ല വിശ്വസിക്കേണ്ടത്, ഈശ്വരനെയാണ്. നമുക്ക് കിട്ടിയ കർമ്മം, നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയ ഭാഗ്യം നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോ ഈ പ്രപഞ്ചം നമുക്ക് എന്ത് തരും? അപ്പോ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് പുണ്യ പാപങ്ങൾക്കനുസരിച്ച് ചെറിയ ഒരു പുണ്യം ചെയ്താൽ മതി, ആ അനുഗ്രഹം അവിടെ ഉണ്ടാവും. അപ്പോ നമുക്ക് ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞാല് മനുഷ്യർക്കാണ് തെറ്റുപറ്റുക, പ്രപഞ്ചത്തിന് തെറ്റുപറ്റില്ല, ഈശ്വരന് തെറ്റുപറ്റില്ല. നമ്മൾ പറയില്ലേ എറേഴ്സ് ആർ ഹ്യൂമൺ. അപ്പൊ മനുഷ്യനല്ലേ, എല്ലാം തികഞ്ഞതല്ലല്ലോ, ഈശ്വരനല്ലല്ലോ തെറ്റുപറ്റും, നമ്മളെ പറയാറുണ്ട്. അപ്പൊ മനുഷ്യന് തെറ്റുപറ്റും, ഈശ്വരന് തെറ്റുപറ്റില്ല. പക്ഷെ ഈശ്വരന്റെ തീരുമാനം സത്യസന്ധമാണ്, പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ അറിഞ്ഞോണം. അതുകൊണ്ട് ഈശ്വര വിധികളെ കുറ്റപ്പെടുത്താൻ നമുക്ക് അർഹതയില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന 95% ആൾക്കാരും ഈശ്വരൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഈ ചോദ്യം ചോദിക്കാൻ നമുക്കെന്താ അർഹത? നമ്മളെല്ലാം ഓരോരുത്തരുടെ കാര്യങ്ങൾ എടുത്തിട്ട് പേപ്പർ വായിക്കുക, എന്താ പറയാ TV കാണുക, അതിൽ അപകട മരണങ്ങൾ, ഭക്തനായിരുന്നു അവർ പോയ കാറിന് ആക്സിഡന്റ് പറ്റി, ഈശ്വരൻ പൊട്ടനാണോ, കണ്ണില്ലേ, ഇതെന്താ ഇങ്ങനെ ചെയ്ത്, ഈശ്വരനെ കുറ്റപ്പെടുത്തുന്നവൻ എന്നും അവനവനെ കുറ്റപ്പെടുത്തുകയാണ്. ഈ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണമെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്ക് എന്ത് യോഗ്യതയാണ് വേറൊരാളെ കുറ്റപ്പെടുത്താൻ? നമുക്ക് അവരുടെ എന്ത് കർമ്മങ്ങളെ കുറിച്ച് അറിയാം, അവരുടെ പാസ്റ്റ്, പ്രസന്റ്, ഇല്ല അവരുടെ ഫ്യൂച്ചർ, അവരെന്തുകൊണ്ട് ഇങ്ങനെ അനുഭവിക്കുന്നു, ഇതെല്ലാം അറിയാവുന്ന ഒരു വലിയ ശക്തി എല്ലാവരുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഈശ്വരനെ കുറ്റപ്പെടുത്തവൻ അവനവനെ തന്നെ കുറ്റപ്പെടുത്തി അവനവനെ തന്നെ താഴ്ത്തുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉദ്ധരേതാത്മനാത്മാനം. നമുക്ക് ഈശ്വരന്റെ വിധികളെ ചോദ്യം ചെയ്യാൻ യാതൊരു എന്താ പറയാ അർഹതയില്ല. അതിന് അർഹത നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഇതുപോലെ അമ്മയോട് അപേക്ഷിക്കണം, അമ്മ എനിക്ക് അറിയില്ല അമ്മ, അറിയില്ല അമ്മ. നോക്കൂ ശങ്കരാചാര്യ സ്വാമികളുടെ വിനയം. അദ്ദേഹം പറയുന്നു എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഒന്നേ അറിയാവൂ, അമ്മ മാത്രമാണ്. അപ്പൊ അതിന് നമ്മള്
എന്താ പറയാ, ആ അർഹതയില്ലാത്ത കാര്യങ്ങളൊന്നും ഈശ്വര വിധികളെ കുറ്റപ്പെടുത്തുകയോ ചോദിക്കുകയോ നമുക്ക് വരുമ്പോ അതിനെ ചോദ്യം ചെയ്യുകയോ പൂജാമുറിയുടെ മുന്നിൽ ചെന്നിരുന്ന് ഇത് എനിക്ക് എന്തിനു തന്നു, അമ്മയോട് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വിഷമം. അമ്മ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം വന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ വഴി നമുക്ക് അമ്മ കാണിച്ചു തരും. നമ്മുടെ കൂടെ കടന്നു പോകാൻ അമ്മ കൈപിടിച്ച് നമ്മളെ അപ്പുറത്ത് കൊണ്ടുപോകും, അല്ലെ? അപ്പൊ നമ്മൾ ഇതെല്ലാം ഡിസേർവ് ചെയ്യുന്നതാണ്. നമ്മുടെ ദുഃഖങ്ങള് ഏതോ ജന്മങ്ങളിലും ഈ ജന്മം ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ്. അപ്പോ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവൂ. അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് സർവദൃക്കാണ്, സർവസാക്ഷിയാണ്, സർവ അന്തർയാമിയാണ്, എല്ലാം റെക്കോർഡ് ചെയ്ത് അതിന്റെ ഫലം തരുന്ന ആളാണ്, അല്ലെ? സത്കർമ്മം ചെയ്താലും ധാരാളമായിട്ട് നമുക്ക് തരും, അല്ലെ? നമ്മൾ കാണുന്നില്ലേ, ഓരോരുത്തർക്ക് ഒരു കാറിന് പകരം 8ഉം 10ഉം 32 കാറൊക്കെ ഗ്യാരേജ് കെട്ടി ഇടുകയാണ്. എന്താവശ്യം? ചുമ്മാ സമൂഹത്തിൽ എനിക്ക് 32 കാറുണ്ട്, അല്ലെ? അതുപോലെ തന്നെ ആഭരണങ്ങള് എന്തൊക്കെയാണോ വേണ്ടത് വീണ്ടും 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 കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടാത്തത് പോലും അവര് വാങ്ങിച്ച് എന്തിനാ? കുറച്ച് ആർഭാടം കാണിക്കാൻ. ഇതൊക്കെ ഭഗവാൻ കൊടുത്ത പുണ്യത്തിന്റെ ഫലമാണ്. അല്ലെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല. എന്തുകൊണ്ട് ഭക്ഷണം ഇല്ലാതെ വലയുന്നു? കുറെ പേർക്ക് ഇത്രയും കിട്ടുന്നു. അവര് ചെയ്ത പുണ്യത്തിന്റെ കർമ്മം അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഭഗവാൻ കൊടുക്കുന്നു. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചാ കിട്ടുക. അപ്പൊ എത്ര നല്ല പുണ്യകർമ്മം ചെയ്താലും നമ്മൾ പറയുന്നു, അമ്മ എനിക്ക് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഒന്നും വേണ്ട അമ്മ. അങ്ങനെയാണ് സന്യാസിമാര്, ഋഷിമുനിമാര്. ഞങ്ങൾക്ക് ഭഗവാനെ മാത്രം മതി, ഇല്ലേ അമ്മയെ മാത്രം മതി എന്ന് പറഞ്ഞ് അവര് വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്നു, അല്ലെ? പക്ഷെ ഇതൊക്കെ ആഗ്രഹമുള്ളവരോ, എനിക്ക് ഓരോരുത്തരെ കാണിക്കാൻ, തന്റെ പ്രൗഢി കാണിക്കാനായിട്ട് ചോദിക്കുന്നവർക്ക് അതും അമ്മ കൊടുക്കണു. കാരണം അവരത്ര പുണ്യകർമ്മങ്ങള് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ സത്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ഇപ്പൊ കലിയുഗത്തില് ഡിസ്ട്രിബ്യൂഷൻ വളരെ വേഗത്തിലാണോ എന്ന് പറയാറുണ്ട്. കാരണം മനുഷ്യന്റെ ഫാസ്റ്റ് ലൈഫ്, ഇന്നെല്ലാം ഫാസ്റ്റ് ആണല്ലേ, ഫാസ്റ്റ് ലൈഫ്, ഫാസ്റ്റ് ഫുഡ്, എല്ലാം വളരെ പെട്ടെന്ന് പെട്ടെന്നാണ്. അതുപോലെ ഈശ്വരന്റെ സിസ്റ്റത്തിലും ഫലങ്ങൾ ഉടനടി കൊടുക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് 10 വർഷം മുമ്പേ ഉള്ള ഒരു വ്യക്തിയുടെ ജീവിതം ഇന്ന് എന്താണ്, ഇല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം ഉണ്ടോ, ആ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നു. അപ്പൊ നമ്മൾ തന്നെ പറയാറുണ്ട്, അയ്യോ അദ്ദേഹം ഇത്രയും നല്ല ആളായിരുന്നു, കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ സഫർ ചെയ്യുന്നു. എന്താ കാര്യം? നമ്മൾ കാണുന്ന വ്യക്തികളെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 99%, 1% നമുക്കറിയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ പറയില്ലേ, ഒരു സമുദ്രത്തില് ദൂരെ ഒരു ഐസ്ബർഗ് കണ്ടാൽ, ഒരു വലിയ ഐസ് കട്ട പൊങ്ങിക്കിടക്കുകയാണ്, നമുക്കതിന്റെ വ്യാപ്തി, അത് എത്രത്തോളം താഴെയാണ്, ഇല്ലേ അത് ചെറുതാണോ, കപ്പൽ ചെന്നാൽ ഇടിച്ച് കപ്പൽ തകരുമോ, ഒന്നും നമുക്കറിയില്ല. നമ്മൾ എന്ത് പറയുന്നു, ഇതോ ഒരു എന്താ പറയാ, ഒരു ഐസ് കട്ട, ഒരു ഐസ്ബർഗിന്റെ അറ്റം എനിക്ക് കാണാം. അത് വെച്ച് അതിന്റെ ആഴം അളക്കാനോ അതിന്റെ ശക്തിയെ നിശ്ചയിക്കാനോ നമുക്ക് പറ്റില്ല. അത് അവിടെ ചെന്ന് അത് കണ്ട് അതില് ഒരു വലിയ 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 കപ്പലുകൾ പോലും ഇതിൽ തട്ടി തകർന്നു പോവാണ്. അപ്പൊ അതിന്റെ ശക്തി എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ ഒരു ദിവസം കണ്ട വ്യക്തിയോ 10 ദിവസം ഇടപഴകിയെന്ന് വെച്ചിട്ടോ, ഇല്ല നമ്മുടെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ടോ, അവരുടെ പാസ്റ്റ് കർമ്മങ്ങളോ അവരുടെ ഉള്ളിൽ അവരെന്താണ് ചിന്തിക്കുന്നതെന്നോ അത് വെച്ചിട്ട് നമ്മൾ ഈശ്വരനെ കുറ്റപ്പെടുത്താനോ ഒരിക്കലും മുതിരരുത്. കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ ദുഷ്ഫലങ്ങളിൽ വന്നു ചേരും. അപ്പൊ ബോധപൂർവം പഴയ ശീലങ്ങളെ മാറ്റി പുതിയ ശീലങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് ഉപാസനാ മാർഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പഴയ മാർഗത്തിൽ നിൽക്കാനല്ല. ഞാൻ അതാണ് വർഷങ്ങളായിട്ട് ഞാൻ അതാണ് ചെയ്തത്, ഞാൻ മാറാൻ യാതൊരു വിധത്തിലും ഞാൻ തീരുമാനിച്ചിട്ടില്ല, പുതിയതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയത് സ്വീകരിക്കരുത്, പഴയതിൽ തന്നെ നിൽക്കണം. പഴയതും പുതിയതും കൂടെ ഒരുമിച്ച് പോവില്ല. പഴയതെല്ലാം ഇറേസ് ചെയ്ത് കളയാനാണ് ഉപാസനാ മാർഗം സ്വീകരിക്കുന്നത്. അതിന് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതെ ആ പഴയതിന്റെ പുറത്ത് വീണ്ടും വീണ്ടും റീറൈറ്റ് ചെയ്താൽ എഴുതുന്ന പേപ്പർ കീറിപ്പോകും. അത്രേ ഉള്ളൂ, അല്ലെ? എന്താ ചെയ്യുക? പഴയതൊന്നും മാറ്റില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ കിട്ടിയ മന്ത്രത്തിനും പ്രയോജനമില്ല, പണ്ട് ചെയ്തുകൊണ്ടിരുന്നതിനും പ്രയോജനമില്ല. അതിലെ പാപകർമ്മങ്ങളെ ചെയ്യുന്ന പാപത്തിന്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോ ബോധപൂർവം നമ്മൾ എന്ത് വേണം? നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ശീലങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അത് ഉണ്ടാക്കണം. എന്നിട്ട് സത്യം, ദാനം, ധർമ്മം എല്ലാം ജീവിതത്തിന്റെ ഭാഗം ആക്കണം. അപ്പൊ ഇത് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിക്കണം. അടുത്തത് ജാനാമി തീർത്ഥം. അപ്പൊ എനിക്ക് തീർത്ഥം എന്താണെന്ന് അറിയില്ല. ശങ്കരാചാര്യ സ്വാമികളാ പറയുന്നത്. എത്രയോ തീർത്ഥസ്ഥാനങ്ങള് ഉണ്ടാക്കിയിട്ടുള്ള അദ്ദേഹമാണ് പറയുന്നത് ജാനാമി തീർത്ഥം. നമ്മള് തീർത്ഥത്തിന്റെ യഥാർത്ഥ എന്താ പറയാ അർത്ഥത്തെ ഉൾക്കൊണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ വിചാരം പൂജാമുറിയിൽ ഒരു കൊച്ചു കപ്പിൽ വെള്ളം കൊണ്ടുവച്ചു, അത് ഈശ്വരനെ നേദിച്ചു, ഇല്ലെങ്കിൽ അതിൽ തൊട്ട് മന്ത്രം ജപിച്ചു, ഇതാണ് തീർത്ഥം.
പൂജാരി ഇല്ലെങ്കിൽ അമ്പലത്തിൽ പൂജാരി തരുന്ന വെള്ളമാണ് തീർത്ഥം എന്നാണ് നമ്മുടെ വിചാരം, ഒരു സാധാരണ മനുഷ്യന്റെ വിചാരം അല്ലെ. ചിലർക്ക് ഗംഗ, യമുന നദികള്, ഇല്ലെങ്കിൽ ഹിമാലയം, കൈലാസം, ഗുരുവായൂര്, ശബരിമല, തിരുപ്പതി ഇവയെല്ലാം തീർത്ഥ സ്ഥലങ്ങളാണ് അല്ലെ, തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. എല്ലാവരും അവിടെ പോണു, ഞാനും പോകുന്നു, അത്രമാത്രം. അവിടെയൊക്കെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെയെല്ലാം പൊല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. എങ്ങനെ? മനസ്സുകൊണ്ട്, ചിന്തകൾ കൊണ്ട്, അവിടെ എന്താ പറയുക, അവിടുത്തെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഈശ്വരനെ കാണാൻ പോയതാണ്. അവിടുത്തെ റോഡുകളെ കമന്റ് ചെയ്ത് ഇല്ലേ, അവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്ക് പറ്റുന്നില്ല. മാത്രമല്ല എന്താ പറയുക, നദികളെ പൊല്യൂട്ട് ചെയ്യാം, നമ്മൾ പ്ലാസ്റ്റിക് അവിടെയെല്ലാം ഇട്ടിട്ട് വരാം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാല് ഒരു തീർത്ഥസ്ഥാനത്ത് പോകുന്ന സ്ഥലം കാണാനല്ല. എന്താണ് നമുക്ക് അവിടെ പോകുന്നത്? തീർത്ഥത്തിന്റെ തത്വം എന്താണെന്ന് നമ്മൾ അറിയണം. എന്തിനാണ് പോകുന്നത് എന്നറിയാതെ മറ്റുള്ളവരുടെ വർണ്ണന കേട്ട് ഒരു പിക്നിക് പോലെ പോയിട്ട് വരുന്നതല്ല തീർത്ഥാടനം. അപ്പൊ മത്സര ബുദ്ധിയോടെ പോകുന്നത് തീർത്ഥാടനം അല്ല. എല്ലാവരും പോയി, ഞാനും പോകുന്നു അല്ലെ. നമ്മൾ ഇന്ന് ആളുകൾ കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിൽ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അവിടെ എന്തോ ഉണ്ട്, എല്ലാവരും പോകുന്നില്ലേ, നമ്മൾ പറയാറുണ്ട്. എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോയി. അങ്ങനെയല്ല, എനിക്ക് അവിടെ എന്ത് കിട്ടും? ഞാൻ അവിടെ ഈ പോകുന്ന ആളുകളെല്ലാം ഒരേ തലത്തിലല്ല അവരുടെ ആധ്യാത്മിക തലം ഇരിക്കുക. ഓരോരുത്തരും ഓരോ തലത്തിലാണ്. എനിക്ക് എവിടെ പോണം? എനിക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? അവിടെ പോയാൽ എനിക്ക് എന്ത് മാറ്റം എന്നിൽ ഉണ്ടാകും? അപ്പൊ തീർത്ഥം എന്നാല് നമ്മുടെ പാപങ്ങളെ തരണം ചെയ്യുവാനുള്ളത് എന്നാണ് ശരിക്കുള്ള അർത്ഥം. തീർത്ഥം എന്നാല് പാപങ്ങളെ തരണം ചെയ്യാനുള്ള സത്കർമ്മങ്ങള്, സ്ഥാനങ്ങള്, ഇതെല്ലാം തീർത്ഥങ്ങളാണ്. അപ്പൊ പാപങ്ങളെ തരണം ചെയ്യുന്നത് എല്ലാം തീർത്ഥങ്ങളാണെന്ന് മനസ്സിലാക്കിക്കോണം. തര എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് തീർത്ഥം എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. തര എന്ന് പറഞ്ഞാൽ എന്താ? തരിപ്പിക്കുക, തരണം ചെയ്യിപ്പിക്കുക. നമ്മുടെ സങ്കുചിതമായ മനസ്സിനെ, പാപവാസനകളെ തരണം ചെയ്ത് നമ്മളെ വികസിപ്പിക്കുക. ഇല്ലേ, ഈ പ്രപഞ്ചത്തിൽ എല്ലാം നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ നമ്മുടെ ഈ ചെറിയ മനസ്സുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പൊ എന്ത് വേണം? മനസ്സിനെ വികസിപ്പിക്കണം, അതിനെ ഈ പ്രപഞ്ചത്തോളം വളരാൻ അനുവദിക്കണം. അതാണ് തീർത്ഥത്തിന്റെ ലക്ഷ്യം തന്നെ. അപ്പൊ നമ്മുടെ വികാസം പ്രാപിച്ച ആ ഒരു സർവാത്മാവായിട്ടുള്ള ഈശ്വരനെ നമുക്ക് അറിയാൻ സാധിക്കൂ. നമ്മുടെ ചെറിയ മനസ്സുകൊണ്ട് അറിയാൻ പറ്റില്ല, അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇതിനെ ഉൾക്കൊള്ളണമെങ്കിൽ എന്ത് വേണം? ചെറിയ പാത്രത്തിൽ വലിയ സാധനം കൊള്ളുമോ? ആലോചിച്ച് നോക്കൂ. ഈ ബ്രഹ്മം എന്താണ്? ഈ ബൃഹത്തായിരിക്കുന്ന വസ്തുവിനെ അറിയാൻ മനസ്സ് വികസിക്കണം. അല്ലാതെ ഞാനും എൻ്റെ കുടുംബവും എനിക്ക് വേണ്ടപ്പെട്ടവരും മാത്രമായിട്ട് ഒരു ചുരുങ്ങിയ ഒരു സർക്കിളിലാണ് നമ്മൾ. അത്രയും സങ്കുചിതമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരം ഒരിക്കലും നമുക്ക് കിട്ടില്ല. നമുക്ക് ആത്മതത്വത്തെ അറിയാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ ഈ ആത്മതത്വത്തെ അറിയണം, ഭവാനിയിൽ എത്തണം, ഇതൊക്കെ എന്താ പറയാ, അത് നമ്മുടെ ആഗ്രഹമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മനസ്സിനെ കുറച്ചുകൂടെ വലുതാക്കണം. അല്ലാതെ ഭവാനി എന്ന് പറഞ്ഞാൽ എന്താ? ഭവിച്ചതിന്റെ എല്ലാം അധീശത്വമുള്ള അമ്മയാണ് അല്ലെ. വിശ്വരൂപ, ജാഗരണി, നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന അമ്മയാണ്. അപ്പൊ ഭവാനിയിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ഈ കുഞ്ഞു മനസ്സ് വെച്ച് എന്റേത് എന്റേത് എന്റേത്, ഈ വെറും നശിച്ചു പോകുന്ന ശീര്യതേ ഇത് ശരീര, നശിച്ചു പോകുന്ന ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുഞ്ഞു വസ്തുക്കളില് അതിലൊക്കെ മനസ്സ് വെച്ച് എത്രയോ സമയം അതിനു വേണ്ടി കളയണു. എന്റേത്. അങ്ങനെ ഒരാൾക്ക് ഈ ഭവാനിയെ കിട്ടില്ല, ആത്മതത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം സ്പൂൺ കൊണ്ട് സമുദ്രത്തെ അളക്കാൻ പറ്റും? ആലോചിച്ച് നോക്ക്, എത്ര കാലമെടുക്കും, എത്ര ജന്മം എടുക്കും നമുക്ക്. നമ്മുടെ മനസ്സാകുന്ന, ബുദ്ധിയാകുന്ന ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് ഈ പ്രപഞ്ച ജഗദംബികയായിട്ടിരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ട ജനനി ഈ അമ്മയെ നമ്മള് കുഞ്ഞു സ്പൂൺ വെച്ച് എത്ര ജന്മം കൊണ്ട് അളന്നെടുക്കും പറയൂ. അപ്പൊ നമ്മളെ സമുദ്രത്തെ അളക്കാൻ ഒരു സ്പൂൺ എടുക്കുന്ന പോലെയാണ് നമ്മുടെ ഈ ചെറിയ മനസ്സ്. ഈ തീർത്ഥാടനം കൊണ്ട് ആ ചെറിയ മനസ്സിനെ വലിയ മനസ്സാക്കണം. ഒരു മൊട്ടുസൂചിയും കൊണ്ട് പർവ്വതങ്ങളെ ഇളക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ഒരു കൊച്ചു കോടാലി അല്ലെങ്കിൽ ഒരു വെട്ടുകത്തി അല്ലെങ്കിൽ ഒരു ചെറിയ മൊട്ടുസൂചിയും കൊണ്ട് ഞാൻ ഈ പർവ്വതം മാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ സ്ഥിതി. ഈ കുഞ്ഞു മനസ്സ് വെച്ചിട്ട് എന്റേത് ഞാന്, എന്റേത്, എനിക്കുള്ളത് പറ്റില്ല. അപ്പൊ വെറുതെ കുറച്ച് മന്ത്രങ്ങള് 108 തവണ ജപിച്ചിട്ട് കണ്ണടച്ച് ബലം പിടിച്ചിരുന്ന് എന്റെ ദേവി എന്താ വിളിച്ചിട്ട് വരാത്തത്, എന്റെ മുന്നിൽ വരാത്തത്, മോക്ഷം കിട്ടാൻ ബ്രഹ്മസാക്ഷാത്കാരം കുറഞ്ഞ സമയത്തിൽ എങ്ങനെ നേടാം? ഞാൻ വിചാരിച്ചു ശ്രീവിദ്യ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുണ്ടലിനി 10 ദിവസം കൊണ്ട് ഉണരും അല്ലെ, എനിക്ക് ബ്രഹ്മസാക്ഷാത്കാരം കിട്ടും എന്നൊക്കെ ചുമ്മാ പരസ്യങ്ങളിൽ പറയുന്ന പോലെ നമ്മള് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോ ഓരോ ദീക്ഷകൾ എടുക്കുക. പക്ഷേ എന്താ പറയാ, ഇത് കിട്ടിയവര് ചിലര് ഹാപ്പി ആയിട്ടിരിക്കുന്നു, കിട്ടിയത് നന്നായിട്ട് ഉപയോഗിക്കുന്നു, അവരോടൊരു ശത്രുത ഉള്ളിൽ ഉണ്ടാവുക.
കാരണം അവർക്ക് എന്തൊക്കെയോ കിട്ടി, എനിക്ക് കിട്ടിയില്ല. എന്താ കിട്ടാത്തത്? ഇതിനാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് എന്തുകൊണ്ട് അത് കിട്ടിയില്ല? എന്റെ അഴുക്ക് പിടിച്ച മനസ്സ്, അത് ഞാൻ ഇതുവരെ വൃത്തിയാക്കിയിട്ടില്ല, പുരസ്ചരണങ്ങൾ ചെയ്തിട്ടില്ല, അഴുക്ക് അവിടെ കിടക്കുക. അതിന്റെ പുറത്ത് മഹാമന്ത്രങ്ങളെ എടുത്ത് ഒഴിച്ചു വെച്ചിരിക്കുക. അപ്പൊ ആ അഴുക്ക് വൃത്തിയാക്കാൻ ഞാൻ തയ്യാറല്ല. പറയുമ്പോ പറയും ഞാൻ ചെയ്യില്ല, കാരണം ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ അഡമന്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ അവരുടെ അഴുക്ക് പിടിച്ച മനസ്സിൽ അവർക്ക് ഇത്രയേ കിട്ടുള്ളൂ. അപ്പോ ബാക്കിയുള്ളവരോട് ശത്രുത തോന്നിയിട്ട് കാര്യമില്ല. അവർ ആ ഭാവത്തിൽ പെരുമാറിയാൽ അത് അവർക്ക് തന്നെയാണ് പ്രശ്നമായിട്ട് വരിക. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ? സത്കർമ്മങ്ങൾ ചെയ്യുക. അല്ലാതെ പണം കൊടുത്ത് ധ്യാന ക്ലാസ്സിൽ പോയിട്ടോ യോഗ ക്ലാസ്സിൽ ചേർന്നിട്ടോ ഒരു കാര്യവും ഇല്ല. കാരണം അവര് പണം വാങ്ങിച്ചു വെക്കും, അവരൊരു പ്രത്യേക മ്യൂസിക് ഇട്ട് തരും, ഒരു മെഡിറ്റേഷൻ മാറ്റിൽ ഇരിക്കാൻ പറയും, കാല് വയ്യെങ്കിലും കാല് മടക്കി അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാല് വേദനയായിട്ട് കിടക്കും. എന്നിട്ട് കുറെ സമയം അവിടെ മിണ്ടാതിരിക്കും. വീട്ടിൽ മിണ്ടാതിരിക്കുന്നില്ല, മുഴുവൻ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അവിടെ ഒരു അരമണിക്കൂർ ധ്യാന ക്ലാസ്സിൽ 500 രൂപയല്ലേ കൊടുത്ത് ചേർന്നത്, അതുകൊണ്ട് അവിടെ കുറച്ച് സമയം മിണ്ടാതിരിക്കും. ആ ഒരു ഫലം വീട്ടിൽ വരുമ്പോൾ ചെറിയ ഒരു സുഖം കിട്ടും മിണ്ടാതിരുന്നതിന്റെ. അല്ലെങ്കിൽ സംസാരിച്ച് ഫോണിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോടോ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനർജി ലോസ് കൊണ്ടാണ് ക്ഷീണം വരിക. അവിടെ അരമണിക്കൂർ മിണ്ടാതിരുന്നപ്പോ എന്ത് പറ്റി? എന്തോ എനിക്ക് കിട്ടി, ഈ ക്ലാസ് കൊള്ളാം, 500 രൂപയിൽ 1000 രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലെ? അവിടെ ധ്യാന ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട്. എല്ലാവരോടും പറയും ഈ ധ്യാനം വളരെ നല്ലതാണ്, എനിക്ക് എന്തൊക്കെയോ കിട്ടി. പാവം അത് കേട്ട് വിശ്വസിച്ച് കുറെ പേര് ധ്യാനം കൂടാനായിട്ട്, ഇനി ധ്യാനം ഇവിടെ പോയിട്ട് എനിക്ക് ധ്യാനിക്കാം ഭഗവാനെ, വീട്ടിലിരുന്ന് ധ്യാനിക്കാത്താണ് ധ്യാന ക്ലാസ്സിൽ പോയി ധ്യാനിക്കുക. അപ്പൊ അതിൽ ഒരു കാര്യമില്ല. അവര് പണം വാങ്ങും, നമ്മൾ കണ്ണടച്ച് കുറച്ച് സമയം ഇരുന്ന് എന്തോ നേടി എന്നുള്ള ഒരു മിഥ്യാധാരണയായിട്ട് നമ്മൾ തിരിച്ചു വരും. കാരണം ആ അരമണിക്കൂർ സൈലൻസിൽ മൗനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു ചെറിയ സന്തോഷത്തില് നമ്മൾ തിരിച്ചു വരും. പക്ഷേ എന്താ പറയാ, ആ ശങ്കരൻ പിന്നെയും തെങ്ങേ തന്നെ, അല്ലെ? മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ വീണ്ടും മനസ്സിന് ദുഃഖങ്ങള്, എന്താ പറയാ, വിവശത, മനസ്സിങ്ങനെ എന്താ പറയാ ഒരു ചഞ്ചലമായിക്കൊണ്ടിരിക്കണം. നമുക്ക് ആ കിട്ടിയ സുഖം ഉടനെ ആ ധ്യാന ക്ലാസ് ഒരു മാസം കഴിഞ്ഞിട്ട് പറയും ഇനി ഞാൻ അവിടെ പോകുന്നില്ല, ആ ധ്യാന ക്ലാസ് കൊള്ളില്ല, അടുത്ത യോഗ ക്ലാസ്സിൽ ചേരും. ഞാനിപ്പോ യോഗ പരിശീലിക്കുകയാണ്. ഇപ്പൊ യോഗ ക്ലാസ്സിലും ഇത് തന്നെ ഗതി. അപ്പൊ മൂഷിക സ്ത്രീ എന്താണ്? എപ്പോഴും മൂഷിക സ്ത്രീ തന്നെ ആയിരിക്കും. കാരണം ആധ്യാത്മികതയ്ക്ക് ഒരു ഷോർട്ട് കട്ട് ഇല്ല. അത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. ഷോർട്ട് കട്ട് കൊണ്ട് നേടാൻ പറ്റുന്നതല്ല ഈശ്വര ധ്യാനം എന്ന് പറയുന്നത്. അത് തനിയെ ആ സ്നേഹത്തിലൂടെ അമ്മയെ പൂജിച്ച് സേവിച്ച് ദിവസവും അമ്മയെ കുറിച്ച് മനസ്സിലാക്കി കേട്ട് പറഞ്ഞ് കീർത്തിച്ച് അമ്മയിൽ നമ്മുടെ മനസ്സ് ലീനമാകുന്നതാണ് ധ്യാനം. അല്ലാതെ ഇത് ഒരു ദിവസം ഇത്രയും വിഷമങ്ങളുടെ അടിയിൽ എനിക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടാൻ ഓടിപ്പോയി, ഇല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു ധ്യാനം പരിശീലിക്കാൻ ചെന്ന് കിട്ടുന്ന തീ, ആ ഒരു എന്താ പറയാ, നമ്മുടെ തീയുടെ അയനമാണ് ധ്യാനം. തീ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബുദ്ധി. മനസ്സ് ശരിയായിട്ടിരിക്കാത്ത ഒരാളുടെ ബുദ്ധി എങ്ങനെയാ നമുക്ക് ശരിയാക്കി വെക്കുക? ചിന്തിച്ചു നോക്കൂ. മനസ്സ് പോലും നിൽക്കുന്നില്ല ഒരിടത്ത്. എപ്പോഴും ധ്യാനിക്കാനിരിക്കുമ്പോ അല്ലെങ്കിൽ ജപിക്കാനിരിക്കുമ്പോ പല ചിന്തകൾ വരുന്ന ഒരാൾക്ക് ബുദ്ധിയെ എങ്ങനെയാ അവിടെ നിർത്താൻ പറ്റും? മനസ്സിന്റെ തലം കഴിഞ്ഞിട്ടല്ലേ ബുദ്ധിയുടെ തലം, നിശ്ചയാത്മിക ബുദ്ധി. അപ്പൊ മനസ്സിന്റെ കോമ്പോണൻസിൽ ഈ രണ്ട് കാര്യമാണ് നമ്മുടെ ഉള്ളത്, മനസ്സും ബുദ്ധിയും, അല്ലെ? ചിത്തവും അഹങ്കാരവും നമ്മുടെ കയ്യിലല്ല. അപ്പൊ ഈ ബുദ്ധിയെ നമുക്ക് അങ്ങനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല. ഞാൻ ഈ ഒരു ഭവാനി അഷ്ടകത്തിന് ശേഷം ആ ജീവയാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ സാധനങ്ങളിൽ മുമ്പോട്ട് പോവാം, വളരെ രസകരമായിട്ട് വളരെ ഡെപ്തിൽ പറയുന്ന ഒരു ഒരു വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചേ ഉള്ളൂ, എങ്കിൽ പോലും നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. നമ്മൾ ചുമ്മാ ഈ നമ്മുടെ സമയം മുഴുവനും ഒരു ഉപാസനാ മാർഗം കിട്ടിക്കഴിഞ്ഞ് ധ്യാന യോഗ മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് സമയം കളയുകയാണ്. ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ഇതിന് ഷോർട്ട് കട്ട് ഇല്ല. അതിന് ധാരാളം പടികൾ കയറണം. നമ്മൾ LKG UKG 1 2 3 എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടി ഒരു വർഷം പഠിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും അറിഞ്ഞും കണ്ടും പഠിച്ചും അമ്മയെക്കുറിച്ച് മനസ്സിലാക്കി ഇതെന്താണ് ആ കിട്ടിയ സബ്ജക്ട്, ശ്രീവിദ്യ എന്താണ്, ശ്രീചക്രം എന്താണ്, ഓരോ സ്റ്റെപ്പും മനസ്സിരുത്തി പഠിച്ച് അത് നല്ലവണ്ണം ഒരു ബേസ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അമ്മയുടെ അടുത്ത് ആ ധ്യാനത്തിന് എത്താൻ പറ്റൂ. അത് ധ്യാനം നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല, അത് തനിയെ വരുന്നതാണ്. ആ അമ്മയോടുള്ള സ്നേഹം കൊണ്ട്, ആ അമ്മയെ ധ്യാനിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം കൊണ്ട് അത് നമ്മൾ അറിയാതെ നമുക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം. അത് പൈസ കൊടുത്തോ കുറച്ചു സമയം ഒരു ഷീറ്റിൽ ഇരുന്നുകൊണ്ടോ കിട്ടില്ല. അത് എന്താ പറയാ, നമുക്കത് പടിപ്പടിയായിട്ട് കിട്ടിയെങ്കിലേ അത് ഉറയ്ക്കുള്ളൂ. അപ്പൊ അതിനെന്താ വേണ്ടത്? നമുക്ക് ഡയറക്റ്റ് ഒരു ധ്യാനമോ യോഗമോ കിട്ടത്തില്ല. കാരണം പുണ്യകർമ്മങ്ങള് തീർത്ഥ കർമ്മങ്ങള് എന്നൊക്കെ പറഞ്ഞിട്ട്
നമ്മൾ എന്താ നല്ല സത്കർമ്മങ്ങള്, തീർത്ഥകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സമയം, തീർത്ഥ സമയം, പുണ്യ സമയം എന്നൊക്കെ പറയുന്നതാണ് നല്ല കർമ്മങ്ങള്, നല്ല സമയം. കർമ്മങ്ങള് എന്ന് നമ്മൾ പറയുന്നത്, ഒരു കുട്ടി ജനിച്ച മുഹൂർത്തത്തെ നമ്മൾ തീർത്ഥ മുഹൂർത്തം എന്ന് പറയാറുണ്ട്. അപ്പോ എന്താണ് തീർത്ഥ മുഹൂർത്തം എന്ന് പറയുന്നത്? നല്ല മുഹൂർത്തത്തിൽ എനിക്കൊരു കുട്ടി ഉണ്ടായി ഇവിടെ, ഇല്ല, ഒരു കുഞ്ഞുണ്ടായി. അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? ദാനങ്ങളൊക്കെ ചെയ്യും. കാരണം ഒരു കുഞ്ഞുണ്ടായി, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ കുട്ടി ഇനി പ്രപഞ്ചത്തിൽ വളർന്ന് തനിക്ക് ഹിതകരമായിട്ട് ജീവിച്ച് ലോകത്തിന് നന്മ ചെയ്യണമെന്നുള്ള സന്തോഷം കൊണ്ട് അച്ഛനമ്മമാര് എന്താ പറയാ, ദാനങ്ങള്, പ്രാർത്ഥനകള്, അമ്പലത്തിൽ വഴിപാടുകളൊക്കെ കൊടുക്കും, ഇല്ലേ? ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോ വസുദേവർ എന്താ ചെയ്തത്? മനസ്സുകൊണ്ട് 10,000-കണക്കിന് പശുക്കളെ ദാനം ചെയ്തു എന്ന് പറയുന്നു. മനസ്സുകൊണ്ട്. കംസന്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന അദ്ദേഹത്തിന് ദേവകിക്ക് കുഞ്ഞുണ്ടായപ്പോൾ ദാനം ചെയ്യാൻ കയ്യിലൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? മനസ്സുകൊണ്ട് ദാനം ചെയ്തു. അപ്പൊ ദാനം എന്ന് പറഞ്ഞ ഒരു പുണ്യ പ്രവൃത്തിയാണ്, ഇല്ലേ? പുണ്യം ചെയ്യുകയാണ് അപ്പോഴ്. അപ്പോ അത് ശ്രീകൃഷ്ണനെ മകനായിട്ട് കിട്ടിയപ്പോ നന്ദഗോപർ എന്താ ചെയ്തത്? തനിക്ക് പുത്രനെ കിട്ടിയപ്പോ ലക്ഷം പശുക്കളെ നേരിട്ട് ദാനം ചെയ്തു. അദ്ദേഹം അമ്പാടിയിൽ എന്താ പറയാ, ഒരുപാട് ഗോക്കളുണ്ട് അവിടെ, പശുക്കളുണ്ട്. അതുകൊണ്ട് നേരിട്ട് ദാനം ചെയ്തു. അപ്പൊ ദാനം എന്ന് പറയുന്ന, മറ്റുള്ളവർക്ക് കൊടുത്തത് കൊണ്ട് അവിടെ പുണ്യം സമ്പാദിച്ചു എന്നർത്ഥം. ഒരു കുഞ്ഞ് അനേക പുണ്യത്തിന്റെ ഫലം കൊണ്ടാണ് ഒരു തലമുറയില് നമ്മുടെ തന്നെ ഇപ്പൊ ജനറ്റിക്കൽ കോഡിങ് എന്ന് പറയും. എന്തുകൊണ്ട് നമ്മുടെ കുടുംബത്തില് നമ്മുടെ കുലദേവതയെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ വന്നു? അതിന്റെ കർമ്മമാണ്, ഇല്ലേ? നേരത്തെ ചെയ്ത പുണ്യ പാപങ്ങൾക്കനുസരിച്ചാണ് വന്ന് ജനിക്കുക. ഇപ്പൊ കൃഷ്ണൻ ജനിച്ചപ്പോ അവർക്ക് അത്രയും സന്തോഷമായി. അവര് അത്രയും പശുക്കൾ എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ കാലത്തെ പശുക്കൾ, ഒരു ഗോദാനം എന്ന് പറഞ്ഞാൽ അനേക കോടി പുണ്യത്തിന് തുല്യാണ് ഒരു പശുവിനെ ദാനം ചെയ്യുക. അപ്പൊ അവര് ആ ദാനം ചെയ്ത് ആ കുഞ്ഞിനെ കിട്ടിയതിൽ അവര് സന്തോഷിച്ചു. പരീക്ഷത്ത് ജനിച്ചപ്പോ യുധിഷ്ഠിരൻ എന്താ ചെയ്തത്? അനേകം ദാനധർമ്മങ്ങൾ ചെയ്തു. അപ്പൊ നല്ല ദിവസങ്ങള്, വിവാഹം, പിറന്നാൾ ദിവസങ്ങളിലൊക്കെ നമ്മള് സത്കർമ്മങ്ങൾ ചെയ്താല് അതിന്റെ 10 മടങ്ങ് പുണ്യം കിട്ടും. ഇപ്പൊ ഈ പറയുന്ന ഇന്ന് സോമവാര പ്രദോഷാണ്. ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്ന പുണ്യകർമ്മമാണ്. അമ്മയെ കുറിച്ച് കേൾക്കണു, നമ്മൾ എന്തൊക്കെ അനുഷ്ഠിക്കണം എന്ന് കേൾക്കുന്നു. ഇതിന് 10 മടങ്ങ് പ്രകർഷേണമുള്ള എല്ലാ ദോഷങ്ങളും മാറ്റാൻ ഇതിന് കാരണമാകും. കാരണം നമ്മൾ സത്സംഗമാണ് ചെയ്യുന്നത്, അമ്മയെ കുറിച്ച് കേൾക്കുക. അപ്പം ഭഗവാന്റെ നടനം കണ്ടുകൊണ്ട് ദേവി നിൽക്കുന്ന സമയമാണ് ഈ പ്രദോഷ സമയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സത്കർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ 10 മടങ്ങ് പുണ്യം കിട്ടുള്ളൂ. ധനം, വസ്ത്രം, ധാന്യങ്ങളൊക്കെ ദാനമായിട്ട് നമ്മൾ കൊടുക്കണം. ഇതാണ് തീർത്ഥ മുഹൂർത്തം എന്ന് പറയുക. അല്ലാതെ ജലമോ പർവ്വതമോ സ്ഥലമോ ഒന്നുമല്ല. മഹത്തുക്കൾ തപസ് ചെയ്ത സ്ഥലങ്ങളെല്ലാം പുണ്യങ്ങൾ തന്നെയാണ്, അല്ല എന്ന് പറയണില്ല. സമാധികള്, അവര് സ്നാനം ചെയ്ത സ്ഥലങ്ങളെല്ലാം തീർത്ഥങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായും അവിടങ്ങളിൽ പോകുമ്പോൾ അറിയാതെ നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും ചെയ്യും. ഓരോ സ്ഥലത്തിന്റെയും മാഹാത്മ്യം അറിഞ്ഞു പോകണം നമ്മൾ. അവിടുത്തെ തരംഗങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാതെ സുഖവാസമോ സൈറ്റ് സീയിങ്ങോ ഒന്നും തീർത്ഥയാത്രകളല്ല. അപ്പൊ നമ്മുടെ രാഗദ്വേഷങ്ങളെ ജയിക്കാൻ, ദുശീലങ്ങളെ മാറ്റാൻ, മനസ്സിന്റെ ആ ദുഷ്പ്രവണതകളിൽ നിന്ന് മോചനം നേടാനാണ് തീർത്ഥയാത്രകൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും വേണ്ടത് എന്താ? വേണ്ട ഒരു വസ്തുവിനെ, ഓരോ തീർത്ഥയാത്ര ചെയ്യുമ്പോഴും നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ ഉപേക്ഷിക്കണം എന്ന് പറയാറുണ്ട്. കാരണം എന്താ? ഈ അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ വീണ്ടും വീണ്ടും ശരീരത്തിലേക്ക് ബന്ധിക്കപ്പെടുന്നത്. അപ്പൊ അതിനെ ഉപേക്ഷിക്കണം. അപ്പൊ കഷ്ടപ്പാടുകൾ സന്തോഷപൂർവ്വം അനുഭവിക്കണം. അല്ലാതെ സദാ പരാതി പറഞ്ഞാൽ എന്താ? കൂടെയുള്ളവർക്ക് ബുദ്ധിമുട്ട്, അല്ലേ? കയറുമ്പോ മുതല് തിരിച്ച് അവിടുന്ന് തീർത്ഥസ്ഥാനത്ത് നിന്ന് തിരിച്ചു വരുന്നിടം വരെ ട്രാൻസ്പോർട്ടിന് കുറ്റം, താമസിക്കുന്ന ഹോട്ടലിന് കുറ്റം, ചെല്ലുന്നിടത്ത് ഉള്ള വൃത്തികേട്, അയ്യോ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനെ 24 മണിക്കൂറും ആ തീർത്ഥസ്ഥാനത്തെ കുറ്റം പറഞ്ഞാൽ നമുക്ക് പുണ്യം കിട്ടില്ലെന്ന് മാത്രമല്ല, ആ പാപം കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് അവിടെ പോകരുതായിരുന്നു, അല്ലെ? അതുകൊണ്ട് തീർത്ഥയാത്രയിൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അവനവന്റെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ, അല്ലെ? പരിമിതികളെ നമ്മൾ ഉൾക്കൊള്ളണം. വീട്ടിലെ സുഖ സൗകര്യങ്ങൾ ഒന്നും അവിടെ ഉണ്ടാവില്ല. അതെല്ലാം മനസ്സാലെ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ മനസ്സിന് വികാസം ഉണ്ടാവൂ. അല്ലാതെ ഞാനെന്തോ വലിയ പണമുള്ള വ്യക്തിയാണ്, ഞാൻ നല്ല ഹോട്ടലിൽ ബുക്ക് ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് ഫ്ലൈറ്റിൽ ഹെലികോപ്റ്ററിലൊക്കെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ഒന്ന് വട്ടം ചുറ്റി എല്ലാത്തിനെയും ഒന്ന് കുറ്റപ്പെടുത്തി അവിടെയെല്ലാം ഒന്ന് പൊല്യൂട്ട് ചെയ്ത വാക്കുകൾ കൊണ്ട്, അല്ലെ? അവിടെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ കുറ്റം പറയുമ്പോ എന്താ ചെയ്യുക? നമ്മൾ വാക്കുകൊണ്ട് ഇത് മഹാപാപമാണ്. കാരണം അവിടെ ഇതാണ് ഇവിടെ ഇതാണെന്ന് അവിടെ നിന്ന് പറയുമ്പോൾ
കാശിയിലായാലും രാമേശ്വരത്തായാലും ഇല്ലേ, ഉജ്ജയിനിലായാലും എവിടെയായാലും ആ വാക്ക് പ്രപഞ്ചത്തെ നമ്മൾ വായുവിനെ പൊല്യൂട്ട് ചെയ്യാണ്. അങ്ങനെ നമ്മള് സുഖ സൗകര്യങ്ങൾ മാത്രം തേടി നടക്കുന്ന നമ്മൾ തീർത്ഥയാത്രകൾ ചെയ്യരുത്. അവിടെ പൊല്യൂട്ട് ചെയ്ത് അവിടെയെല്ലാം ഒന്ന് കുറ്റപ്പെടുത്തിയിട്ട് തിരിച്ചു വരുമ്പോ അത് തീർത്ഥയാത്രയുടെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും നമുക്കില്ല. ഈ തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ തീർത്ഥം എന്നതിന്റെ അർത്ഥം നമ്മളെ ശുദ്ധീകരിക്കുന്നത്, വികസിപ്പിക്കുന്നത്, നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്നത്, അന്ധകരണ ശുദ്ധി ആണ് തീർത്ഥയാത്രയുടെ ഫലം.